നാം കരുതുന്ന അയാൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവാണോ അല്ലയോ എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് വിഷമാണ്. നമ്മളുടെ അറിവില്ലായ്മയാകുന്നു നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായി വരുന്നത്. അതുകൊണ്ട് അറിവുണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്വാത്വികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിക്കുന്ന ആൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും. എന്തായാലും നല്ല ഒരു ഉപാസന ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ ഒരു ശാസ്ത്രത്തിനും ഒരു മന്ത്രത്തിനും തന്നെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഒരു ചീത്ത പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമ്മളുടെ അന്ധകരണത്തിൽ അത് വലിയൊരു കോട്ട സൃഷ്ടിക്കും, ദുഷ്കർമ്മങ്ങളുടെ ഒരു കോട്ട. നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പൂജകൾ വഴിപാടുകളുണ്ട്. അതായത് സൂക്താർച്ചന, ഭാഗ്യ സൂക്താർച്ചന, അതുപോലെ സ്വയംവര അർച്ചന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാ അർച്ചന കേട്ടിട്ടുണ്ട്. ഈ ശത്രു സംഹാരം അർച്ചന നമ്മൾ ക്ഷേത്രങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ, അർച്ചന ചെയ്യാൻ വരുമ്പോൾ അവർക്ക് എന്തായാലും അവരെ ശത്രുവിനെ നശിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടാണ് അവർ ഈ അർച്ചനയ്ക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു അർച്ചന നമ്മൾ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ഇത് ശരിയായ പ്രവണതയാണോ? അതൊരു ബ്ലാക്ക് മാജിക് പോലത്തെ, അങ്ങ് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ബ്ലാക്ക് മാജിക് ലിസ്റ്റിൽ പെടുന്നതാണോ, ദുർമന്ത്രത്തിൽ പെടുന്നതാണ് ഈ ശത്രു സംഹാര അർച്ചന? ശത്രുക്കളെ സംഹരിക്കാനുള്ള പല മന്ത്രങ്ങളും ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എങ്കിലും നാം കരുതുന്ന അയാൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവാണോ അല്ലയോ എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് വിഷമാണ്. രണ്ട്, നമ്മളുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മളുടെ അറിവില്ലായ്മയാകുന്നു നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായി വരുന്നത്. അതുകൊണ്ട് അറിവുണ്ടാക്കാൻ ശ്രമിക്കുക. എന്നാലോ നമ്മുടെ ശത്രുവിനെ നമ്മൾ സംഹരിക്കരുതെന്നും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നു, ശത്രു രാജ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം വന്നു. അവിടെ യുദ്ധം ചെയ്യേണ്ടിടത്തിൽ അവൻ എൻ്റെ സുഹൃത്താണെന്ന് കരുതി ഇരുന്നാൽ ശരിയാമോ? ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അറിയണം. എന്തായാലും ശത്രുക്കളെ നിഗ്രഹിക്കാൻ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. വേണ്ടിടത്തിൽ പ്രയോഗിക്കേണ്ടി വരും. നമുക്ക് കരുത്തില്ലെങ്കിൽ, അത് ശത്രു ആണെങ്കിൽ. പല കവച മന്ത്രങ്ങളും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പല മന്ത്രങ്ങളും ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ട്. നമ്മൾ സ്വാത്വികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിക്കുന്ന ആൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല അനുഭവിക്കുന്നത്. നമുക്കെന്തും പെട്ടെന്ന് നേടണമല്ലോ. എന്തായാലും നല്ല ഒരു ഉപാസന ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ ഒരു ശാസ്ത്രത്തിനും ഒരു മന്ത്രത്തിനും തന്നെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. അദ്ദേഹം നല്ലതുപോലെ ഉപാസകനായിരിക്കണം. അങ്ങനെ നല്ല രീതിയിൽ ഉപാസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ദുഷ്ട മനസ്സുകൊണ്ട് മറ്റുള്ള വ്യക്തികളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ എന്താണ് ആ പുള്ളിക്ക് സംഭവിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ആർക്കായാലും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ മഹാഭാരത യുദ്ധത്തിലേക്ക് നോക്കിയാലും രാമായണത്തിലേക്കൊക്കെ നോക്കിയാലും ശ്രീരാമൻ എത്ര ആളെ വധിച്ചിട്ടുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര ആളെ വധിച്ചിട്ടുണ്ട്? അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഉയർന്ന തലത്തിലായിരുന്നു. അപ്പോൾ അവിടെ യുദ്ധം അനിവാര്യമാണ്. അപ്പോൾ അനിവാര്യമായ സ്ഥലത്ത് സാഹചര്യം സന്ദർഭമൊക്കെ നോക്കിയിട്ടാണ് നമുക്കിത് പറഞ്ഞുകൂടെ. എല്ലായിടത്തിലും ഒരേ നിയമമല്ല, മനസ്സിലായി. വേണ്ടിടത്തിൽ വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു ആർജവം നമുക്കുണ്ടായിരിക്കണം. അത് എങ്ങനെ ആ ആർജവം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മളെക്കാൾ അറിവുള്ള വ്യക്തികളുമായി സംസാരിച്ച്, ആചാര്യന്മാരും ഗുരുക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ സ്വയം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല.
അങ്ങനെ തന്നെയാണ് ശാസ്ത്രവിധി. നമുക്ക് എല്ലാ കാര്യവും നമുക്കറിയില്ല. നമ്മൾ അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ആചാര്യനുമായിട്ട് സംവദിച്ചതിന് ശേഷമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. സത്കർമ്മങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല, ദുഷ്കർമ്മം ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഈ സത്കർമ്മത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷം വന്നാൽ അത് നമ്മൾ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ദുഷ്കർമ്മം ഇല്ലാത്തതാണല്ലോ സൽക്കർമ്മം. പിന്നെ അതിലെങ്ങനെയാണ് ദുഷ്കർമ്മം വരിക? അതിന് സൽക്കർമ്മം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമായ കർമ്മമാണ്, സത്തുക്കളുടെ കർമ്മമാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരിക്കലും ദുഷ്കർമ്മം വന്നു ചേരില്ല. അവർക്ക് സത്കർമ്മം എന്ന് പറഞ്ഞാൽ സത്കർമ്മം മാത്രമാണ്, ദുഷ്കർമ്മമല്ല. ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും സത്കർമ്മവും ഉണ്ടാവില്ല. അപ്പോൾ സത്കർമ്മം ചെയ്താൽ നമുക്ക് ഫലം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ദുഷ്കർമ്മത്തിലൂടെ പെട്ടെന്ന് ഫലം നേടാം എന്നുള്ള സങ്കല്പം ഉള്ളത് കൊണ്ടാണ് പലരും പെട്ടെന്ന് ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി മുതിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ എത്രയോ തലമുറകൾക്ക് പ്രശ്നമുണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. അത് സത്യമാണ്. ഇവിടെ സൽക്കർമ്മം ചെയ്താൽ പെട്ടെന്ന് ഫലം അനുഭവിക്കില്ല എന്ന് പറയാൻ കാരണം, നമ്മളുടെ അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ അനേക ജന്മങ്ങളിലെ ബാലൻസ് എത്രയുണ്ട്, നമുക്ക് പാപകർമ്മങ്ങളുടെ ബാലൻസ് എത്രയുണ്ട്, പുണ്യകർമ്മങ്ങളുടെ ബാലൻസ് എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. അത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ കർമ്മഫലം എത്രയാണ് നമ്മൾ എത്ര പുണ്യം അത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു, എത്ര പാപം അനുഭവിക്കേണ്ടിയിരിക്കുന്നു ആർക്കും പറയാൻ സാധ്യമല്ല. അതൊക്കെ കണക്ക് നമ്മളുടെ കയ്യിലില്ല. ഭഗവാൻ തന്നെ പറയുന്നു തൻ്റെ ഭഗവത്ഗീതയിൽ, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്ത കർമ്മണിയെന്ന്. നിനക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. കർമ്മഫലത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ നിനക്കത് പ്രതീക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ഏത് സമയം വന്നു ചേരുമെന്ന് പറയാൻ നിനക്ക് കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സാധ്യമല്ലത്, ഏത് സമയത്ത് കർമ്മഫലം വരുമെന്ന്. ഒരു പരീക്ഷണം ചെയ്തിട്ട് ഒരു പരീക്ഷണം ചെയ്ത് ഒരു ശാസ്ത്രജ്ഞൻ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എപ്പോൾ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ഇല്ല. എത്രയോ പരീക്ഷണങ്ങൾ ചെയ്ത് അവസാനമാണ് ആ പരീക്ഷണം വിജയിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ ഫലവും. നമുക്കറിയില്ല, ചിലപ്പോൾ പെട്ടെന്ന് വന്നു ചേരാം. നമ്മുടെ ബാലൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്രയും ഞാൻ കർമ്മം ചെയ്ത, ഇത്രയും നല്ല കർമ്മങ്ങൾ ചെയ്തല്ലോ, ഞാൻ ഇതാണല്ലോ അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കാതെ വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്ത് വന്നാലും ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും നന്നായി വരും. ഒരിക്കലും നമുക്ക് ദുഷ്ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരില്ല. ഒരു ചീത്ത പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമ്മളുടെ അന്ധകരണത്തിൽ അത് വലിയൊരു കോട്ട സൃഷ്ടിക്കും, ദുഷ്കർമ്മങ്ങളുടെ ഒരു കോട്ട. പിന്നെ നമുക്ക് ദുഷ്കർമ്മം ചെയ്യാനായിരിക്കും പ്രേരണ. അങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മളുടെ ശരീരവും മനസ്സും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രവണത നമ്മളിൽ അങ്ങനെ അങ്കുരിച്ചു വരും. ഇതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണത നമ്മളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചേരും. പക്ഷേ ദുഷ്കർമ്മം ചെയ്താലാണ് പെട്ടെന്ന് വീണ്ടും വീണ്ടും ദുഷ്കർമ്മം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് കഴിയുന്നത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളെ മരണം അത് ജാതകത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര വയസ്സിൽ മരിക്കും എന്നുള്ളത്. പക്ഷേ ആ ജനിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്ന രീതിയിലല്ല പുള്ളി ജീവിക്കുന്നത്. കാരണം ചിലപ്പം പുള്ളി എഴുതിയിരിക്കുന്ന വ്യക്തി ജീവിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സത്കർമ്മ പ്രവൃത്തിയിലോട്ടാണ് അദ്ദേഹം കൺവെർട്ട് ചെയ്ത് പോകണമെങ്കിൽ ഒരാളുടെ മരണം, ജനിക്കുമ്പോൾ വിധിക്കപ്പെട്ട മരണവും അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും വ്യത്യാസം അനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ടോ? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം മരണം ആർക്കും അറിയില്ല. ജനിച്ചതേ നമുക്കറിയുള്ളൂ. ഇത് എപ്പോൾ മരിക്കും എന്നുള്ള ആർക്കും അറിയില്ല. പിന്നെ മരണത്തെ എങ്ങനെ മാറിയെന്നോ മാറിയിട്ടില്ല എന്നോ നമുക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? അത് വല്ലാത്തൊരു ചോദ്യമാണ്. അയാൾ ആ സമയത്തല്ലായിരുന്നു മരിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ വിധിയെഴുതും, കാഴ്ചക്കാർ. അതെങ്ങനെ നമുക്ക് വിധിയെഴുതാൻ കഴിയും? നമുക്കറിയാമോ? നമ്മളാണോ മരണം നിശ്ചയിക്കുന്നത്? അപ്പോൾ ഒരിക്കലും നമുക്കത് പറയാൻ സാധ്യമല്ല.
ഒരാളുടെ മരണത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോൾ മരിക്കുന്നത്, ഇതിപ്പോൾ ഈ പ്രശ്നവശാൽ എല്ലാം ജാതകമൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് മരണത്തെക്കുറിച്ചൊക്കെ. എങ്കിലും അതൊക്കെ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പലയിടത്തിലൊന്നും ശരിയായിട്ടൊന്നുമില്ല. പല ദിക്കിലും ശരിയായിട്ടുണ്ട്, പല ദിക്കിലും ശരിയാതിരിക്കുന്നുണ്ട്. അപ്പം മരണത്തെ പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പ്രവചിക്കാനൊന്നും സാധ്യമല്ല. ഇനി അങ്ങനെ മരണം ഒരാളുടെ നിശ്ചയിച്ചു എങ്കിൽ അത് മാറ്റിക്കൊണ്ടുവരാൻ ചിലപ്പോൾ തപസ്സൊക്കെ ചെയ്താൽ, എത്രയോ നമ്മുടെ പുരാണത്തിൽ കഥകളിലൊക്കെ പറയുന്നുണ്ട് തപസ് ചെയ്തിട്ട് വിധിയെ മാറ്റിമറിച്ചത്. മാർക്കണ്ഡേയൻ്റെ ഒക്കെ കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വെറും 16 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ചിരഞ്ജീവിയായിട്ട് മാറട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നൊക്കെ. അപ്പോൾ എന്തായാലും തപസ്സിൽ കൂടെ എന്തും നേടിയെടുക്കാം എന്നാണ് പറഞ്ഞു തരുന്നത്. എന്തും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്താണ് നേടാൻ കഴിയാത്തത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ആ ഈശ്വരന് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് അനുഗ്രഹിച്ചു തരാനാണ് ഇത്രയും പണി. അത് തൻ്റെ തപസ്സിൽ കൂടെ ആർക്കും എന്തും നേടിയെടുക്കാം. നമുക്ക് തന്നെ ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്, നമുക്ക് കഴിയില്ല എന്ന് കരുതുന്ന പലതും നമുക്ക് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് എങ്ങനെ വന്നു ചേരുന്നു ആർക്കും പറയാൻ സാധ്യമല്ല. അത് ഈശ്വരനായിട്ടുള്ള കണക്ഷനാണ്. കാരണം എല്ലാ കഴിവുകളും ഉള്ളവനാണ് ഈശ്വരൻ. അല്ലാത്തവനെങ്ങനെ ഈശ്വരനാകും?